ഞാൻ ചിരിച്ചല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാത്തിലും ചിരിച്ചും കളിച്ചത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ബാക്കിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അതുപോലെ റിഫാന്റെ അവസ്ഥയാണെങ്കിലും ചിരിച്ചിട്ടല്ലാണ്ട് റിഫ വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ബാക്കിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടെന്ന് അവർക്കേ അറിയുള്ളൂ. വ്ളോഗർ റിഫ മെഹനുവിന്റെ മരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയെ പിടിച്ചു കുലുക്കി വീണ്ടും മെഹനാസ് വിവാദത്തിൽ. ഇത്തവണ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് മെഹനാസിന്റെ രണ്ടാം ഭാര്യ സഫയാണ്. സഫ മെഹനു ഇപ്പോൾ ട്രാപ്പിലാണോ അതോ മെഹനാസ് കുടുങ്ങുമോ? തന്നെ മെഹനാസ് ക്രൂരമായി ഉപദ്രവിച്ചിരുന്നതായും മദ്യത്തിന് അടിമയാണെന്നും സഫ വെളിപ്പെടുത്തി കഴിഞ്ഞു. സഫ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിയെന്ന് മെഹനാസ് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി താൻ ആ ബന്ധം ഉപേക്ഷിച്ചു പോന്നതാണെന്ന് സഫ പറയുന്നു. റിഫ മെഹനുവിന്റെ മരണത്തിലെ നിഗൂഢതകളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് സഫയുടെ പുതിയ തുറന്നു പറച്ചിലുകൾ. റിഫയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് മെഹനാസ് പ്രചരിപ്പിച്ചതുപോലെ തന്നെയും അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് സഫ പറയുന്നു. മെഹനാസ് ഒരു സൈക്കോ ആണെന്നും റിഫ അനുഭവിച്ച അതേ പീഡനങ്ങളിലൂടെയാണ് താനും കടന്നുപോയതെന്നും സഫ പറയുന്നു. ഈ പുതിയ വിവാദങ്ങൾ റിഫ മെഹനുവിന്റെ കേസിന് നിർണായകമായേക്കാം. സോഷ്യൽ മീഡിയയിലെ ഈ ചതിക്കുഴികളെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? മെഹനാസിനെതിരെ സഫ നടത്തുന്ന ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് കമന്റ് ചെയ്യുക. തന്റെ ജീവന് വരെ ഇപ്പോൾ ഭീഷണി ഉണ്ടെന്ന് സഫ ഇന്റർവ്യൂവിൽ വരെ പറഞ്ഞു കഴിഞ്ഞു. മെഹനാസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായേക്കാമെന്ന് സഫ ഭയക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.